ബീഹാറിൽ നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എൻഡിഎ അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്ത് പ്രതിരോധ ഇടനാഴി തീർക്കുമെന്നും ഇതിന്റെ ഭാഗമായി ഓരോ ജില്ലയിലും ഫാക്ടറികൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് MSME വ്യവസായ പാർക്കുകളും നിർമ്മിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ചന്ദ്രഗുപ്ത മൗര്യ ചക്രവർത്തിയുടെ കാലം മുതൽ ബീഹാർ നേരിടുന്ന വെള്ളപ്പൊക്ക ഭീഷണി നേരിടാൻ പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കും. ഷിയോഹറിലെ റാലിയിലാണ് പുതിയ പ്രഖ്യാപനം. नरेंद्र मोदी जी ने 11 साल के अंदर आतंकवाद को समाप्त करने की दिशा में ढेर सारे कदम उठाए. पहले कांग्रेस की सरकार थी, आए दिन आतंकवादी हमले होते थे, कभी भी कठोर कार्यवाही नहीं की. आतंकवादियों को बिरयानी खिलाया जाता था. क्या खिलाया जाता था? जोर से बोलो, क्या खिलाया जाता था? मोदी जी की सरकार आई, उरी हो, पुलवामा हो, पहलगाम हो, सर्जिकल स्ट्राइक, एयर स्ट्राइक और अंत में पहलगाम के जवाब में ऑपरेशन सिंदूर कर पाकिस्तान के घर में घुसकर आतंकवादियों का सफाया. 14 ഫലപ്രഖ്യാപന ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടെ RJD കോൺഗ്രസ് സഖ്യം തുടച്ചു നീക്കുമെന്നും NDA വീണ്ടും സർക്കാർ രൂപീകരിക്കുമെന്നും അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. താൻ തറക്കല്ലിട്ട സീതാക്ഷേത്രത്തിന്റെ സമർപ്പണ ദിനത്തിൽ സീതാമർഹി അയോധ്യ വന്ദേ ഭാരത് ട്രെയിൻ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ എത്തിയതോടെ ആവേശമാവുകയാണ് NDAയുടെ പ്രചാരണം. 18 ജില്ലകളിലായുള്ള 121 മണ്ഡലങ്ങളിലെ 1314 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. നാഷണൽ ഡെസ്ക് ജനം.